നിതിൻ രാജിന് നീതി കിട്ടുമോ? ഈ ചോദ്യം നമ്മളൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ട് 15 ദിവസമായി. പിന്തുണയുമായി നേതാക്കൾ നിരനിരയായി എത്തിയ തിരുവനന്തപുരം ഉഴമലക്കലിലെ നിതിന്റെ വീട്ടിൽ ഇന്ന് ആരുമില്ല. മകനെ ഡോക്ടറായി കാണാൻ കൊതിച്ച ഒരച്ഛൻ മകന്റെ മരണത്തിൽ നീതി തേടുന്ന സങ്കടക്കാഴ്ച മാത്രമേ ഉള്ളൂ അവിടെ ഇപ്പോൾ. ആദ്യ ദിവസം കാക്കിയിട്ടിറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തോറ്റുതൊപ്പിയിട്ടു. ജാതിവെറിയും വിവേചനവും പാഠ്യപദ്ധതിയാക്കിയ ഡോക്ടർ റാമിനെ പ്രതിയാക്കി. പക്ഷേ ഒളിവിലിരുന്ന് അയാൾ ജാമ്യം തേടുന്നു. കോടതി ആ ജാമ്യാപേക്ഷ തള്ളി. എന്നിട്ടും പ്രതിയെ ഇതുവരെ പിടികൂടിയിട്ടില്ല. മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയിലേക്ക് പോകുന്നു അധ്യാപകൻ എന്ന് വിളിക്കാൻ പോലും കൊള്ളാത്ത ആ വ്യക്തി. നമ്മുടെ എതിർവാദം അംഗീകരിച്ചുകൊണ്ട് ഒന്നാം പ്രതിയായ റാമിന് ജാമ്യം അനുവദിക്കേണ്ട എന്നും രണ്ടാം പ്രതിയായ സംഗീത നമ്പ്യാർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം പ്രോസിക്യൂഷനും ആലോചിച്ച് ഇനി അത് അപ്പീലെടുക്കേണ്ടതാണെങ്കിൽ അപ്പീലെടുക്കും. അതായത് ഡോക്ടർ റാമിനൊപ്പം പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ സംഗീതയ്ക്ക് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് ജാമ്യം അനുവദിച്ചു. ആ വിധി നിതിന്റെ അച്ഛൻ രാജന് പക്ഷേ അംഗീകരിക്കാനാവുന്നതല്ല. ഞാനും എൻ്റെ കുടുംബം ഒട്ടും തൃപ്തരല്ല. ഞങ്ങൾ വ്യക്തമായ എല്ലാ കാര്യങ്ങളും പോലീസിനോടും മറ്റുള്ള എല്ലാം മൊഴി കൊടുത്തതാണ്. സംഗീതയ്ക്കെതിരെയും റാമിനെതിരെയും. സംഗീത കുറ്റവാളി തന്നെയാണ്. കാരണം എൻ്റെ മകൻ ഫോട്ടോസ് എല്ലാം അയച്ച് ഓഡിയോ ക്ലിപ്പിംഗ് അയച്ച് ഇവരാണ് എന്നെ നിരന്തരം ടോർച്ചർ ചെയ്യുന്നതെന്നും ശല്യപ്പെടുത്തുന്ന പഠിക്കാൻ പറ്റാത്തതെന്നും മറ്റുള്ള കാര്യങ്ങളെല്ലാം എല്ലാ മാധ്യമങ്ങളിലൂടെയും എല്ലാ പോലീസുകാരോടെയും എല്ലാവരുടെയും തുറന്ന് ഈ പോലീസ് എല്ലാം ഒത്തുകളിക്കുകയായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഞങ്ങൾ മേൽക്കോടതിയെ സമീപിക്കും. സംഗീതയ്ക്ക് ജാമ്യം അനുവദിക്കുന്നതിനെതിരെ ഞങ്ങൾ കറക്റ്റായിട്ട് തന്നെ മേൽക്കോടതിയെ സമീപിച്ച് അതിന് വേണ്ടത് തന്നെ ചെയ്യും. ലോൺ ആപ്പും ലോണും നൽകിയ സമ്മർദ്ദം ഒരു യാഥാർത്ഥ്യമാണെങ്കിലും നിതിൻ നേരിട്ട അധിക്ഷേപങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കുകയാണ് മാനേജ്മെന്റും മറ്റുള്ളവരും. മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് വിശ്വസിക്കുന്ന കുടുംബത്തോട് കാണിക്കുന്ന അനീതിയാണ് പോലീസിന്റെ മെല്ലെപ്പൊക്ക്. അവനായി തെരുവിലിറങ്ങിയ സഹപാഠികളെയും ഇന്ന് കാണാനില്ല. CK വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. വിജയൻ, അവർക്കും പലതും പേടിക്കാനുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരെയൊക്കെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1-2 ദിവസത്തിനകം തന്നെ കാണാതാവുന്ന സാഹചര്യം ഉണ്ടാവില്ലല്ലോ. നിലവിലെ കേസിന്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വളരെ പ്രസക്തമായ നിരീക്ഷണങ്ങൾ ഈ ജഡ്ജ്മെന്റിനകത്തുണ്ട്. സംഗീത നമ്പ്യാർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടും ഡോക്ടർ റാമിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുമുള്ള ആ ഉത്തരവിനകത്ത് വളരെ ഗുരുതരമായ ചില നിരീക്ഷണങ്ങൾ കോടതിയുടേതുണ്ട്. അതിലൊന്ന്, ഈ ആത്മഹത്യ ചെയ്യാനിടയായ സംഭവം ഉണ്ടായത് ഈ പ്രിൻസിപ്പലും ഇവരൊക്കെ അടങ്ങി ആ മുറിയുടെ അകത്ത് നടത്തിയ ഇൻ്ററോഗേഷനാണ് എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. പ്രൈമാ ഫേസി അതാണ് കുറ്റമെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ നിർബന്ധമായും ഈ കേസിൽ പ്രതിയാകേണ്ടതാണ്. പ്രിൻസിപ്പലിനെ ഈ സമയം വരെ പോലീസ് പ്രതി ചേർത്തിട്ടില്ല. നമുക്ക് നാളെയും കൂടി നോക്കാം, പോലീസോട് അന്വേഷിക്കാം. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ ഒരു ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ടോർച്ചറിങ് അവിടെ നടന്നിട്ടുണ്ട് എന്നും അതിലേറ്റവും പ്രധാനി ഡോക്ടർ MK റാം ആണ് എന്നും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ഇൻ്ററോഗേറ്റ് ചെയ്യണമെന്നും ഈ കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇതുവരെ അതിന് തയ്യാറായില്ല. മാത്രമല്ല പോലീസ് മറ്റൊരു വഴി, ലോൺ ആപ്പ് വഴിയൊക്കെ കേസ് രജിസ്റ്റർ ചെയ്ത് ആ വഴിയൊക്കെ ഈ പ്രശ്നത്തെ സോൾവ് ചെയ്തെടുക്കാം എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ വിധിക്കകത്ത് വളരെ കൃത്യമായി ജസ്റ്റിസ് വിമൽ പറയുന്നുണ്ട് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന്. അതുകൊണ്ടൊരു പക്ഷേ ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച രാവിലെ തന്നെ ഈ ഹർജി വീണ്ടും വന്നേക്കാം. ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അപ്പീലുമുള്ള അങ്ങനെയും രക്ഷപ്പെടുത്താൻ ഒരു പക്ഷേ ശ്രമിച്ചേക്കാം. പക്ഷേ കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാകാൻ വേണ്ടി പോകുന്നു, നിയമപരമായി കുറച്ചുകൂടി അതിന് പ്രാധാന്യം വരാൻ വേണ്ടി പോകുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ ജഡ്ജ്മെൻറ്റ്, ഇന്നത്തെ ജഡ്ജ്മെൻറ്റ്. പ്രത്യേകിച്ചും അതിൽ പ്രിൻസിപ്പൽ നിർബന്ധമായും പ്രതിയാകേണ്ടതുണ്ട് എന്ന സൂചന നൽകുന്നുണ്ട്. രണ്ടാമത്, റാമിനെ ചോദ്യം ചെയ്ത്, അതായത് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്, കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ വേണം എന്നത് ഉൾപ്പെടെയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിതിൻ രാജിൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ കുറെ കൂടി ശക്തമായി കോടതി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് ആശിക്കാം. ശരി വിജയൻ.